ഹലോ കൂട്ടുകാരെ, ഇന്നൊരു സൺഡേ ആണ്. സൺഡേ ആയതുകൊണ്ട് നമുക്ക് ഇന്ന് ഫ്രീ ആയിരിക്കാം എന്ന വിചാരമൊന്നും വേണ്ട. കാരണം എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് ഈവനിങ് വരെ നമുക്ക് ടൈറ്റ് ഷെഡ്യൂളാണ്. എനിക്ക് രാവിലെ അമ്പലത്തിലൊക്കെ പോകാൻ തോന്നി. അപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്ന് പിന്നെ നമുക്ക് മഠത്തിൽ പോകണം. ഇന്ന് മഠത്തിൽ അന്നദാനമാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വേഗം അമ്പലത്തിൽ പോയിട്ട് നമ്മൾ വേഗം തന്നെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. കാരണം ഇന്ന് ചെണ്ടക്കൊട്ട് ഉണ്ടാവും കുറേ സമയം. നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, കുറച്ച് സമയം വരെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരു വെടിക്കെട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫുഡ് വിളമ്പാൻ തുടങ്ങുക. നേരത്തെ എത്തിയതുകൊണ്ട് എനിക്ക് എന്തായാലും ചെണ്ടക്കൊട്ടൊക്കെ കാണാൻ പറ്റിയേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളെ സദ്യ വിളമ്പിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സദ്യയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ കാലമായി അമ്പലത്തിലെ സദ്യ കഴിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയായിരുന്നു. എനിക്ക് എന്താ പറയുക, അമ്പലത്തിലെ സദ്യ കഴിക്കാൻ ഞാൻ എവിടെയാണെങ്കിലും ഇപ്പോൾ ഓഫീസിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ അടുത്ത് അമ്പലത്തിൽ സദ്യ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും നോക്കില്ല. കാരണം എനിക്ക് അമ്പലത്തിലെ സദ്യ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റുമാണ്. ആ ഒരു ഫുഡ് നമ്മൾ എത്ര ഉണ്ടാക്കിയാലും നമുക്ക് ആ ഒരു രീതിയിൽ വരില്ല. അതുകൊണ്ടായിരിക്കാം അതിനൊരു പ്രത്യേക ടേസ്റ്റും. എടുത്തു പറയാനുള്ള നമ്മളെ മഠം തുടങ്ങിയിട്ടുള്ള എല്ലാ വർഷവും നമ്മൾ ഈ ഒരു സമയമാകുമ്പോൾ അന്നദാനം കൊടുക്കാറുണ്ട്. അപ്പം നമ്മളെ നാട്ടിൽ നിന്നും പുറത്തുനിന്നുമായിട്ട് എല്ലാവരും വന്ന് കഴിക്കാറുണ്ട്. എല്ലാവരും കൂടി ഒത്തുകൂടുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം കഴിച്ചപ്പോൾ ഞാൻ നേരെ വീട്ടിൽ പോയി. എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ ഇരുന്ന് കുറേ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.